ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഗൈസ്, മനാഫ്കയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്ന? ഞാൻ ശരിക്കും പറഞ്ഞാൽ മനാഫ്കക്ക് ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ അടുത്തായിരുന്നു കേട്ടോ. ഈ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അർജുൻ ബ്രോൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ നിന്ന് കിട്ടിയായിരുന്നല്ലോ. ആ ഒരു സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് ചാനൽ ഞാനിങ്ങനെ അറിയണത്, ഇങ്ങനെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ചിലപ്പോൾ നിങ്ങളും അപ്പോഴായിരിക്കും കാണുന്നത്, ശരിയല്ലേ? ഇപ്പോൾ മീഡിയാസിലിപ്പോൾ പല കാര്യങ്ങളും സ്പ്രെഡായി ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ശരിക്കും പറയുന്നത് മീഡിയയിലാണ് ശരിക്കും എല്ലാ കാര്യങ്ങളും അറിയണത്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ അല്ല, പക്ഷെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ശിരൂരിൽ മണ്ണിടിച്ചിൽ നടന്ന സമയത്ത്, ആ ഒരു സമയത്ത് മനാഫ്കാക്ക് ഒരു സഹായം ഉണ്ടായിരുന്നില്ല. അതായത് ആൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. ഈ മീഡിയക്കാരെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുണ്ടല്ല, ഈ ന്യൂസൊക്കെ പിടിച്ച് ക്യാമറയും പിടിച്ചൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ല, അവർ വണ്ടി അടിയിൽ നിന്ന് കിട്ടിയോ അല്ലെങ്കിൽ ബോഡി കിട്ടിയോ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ മാത്രം കുറേ ന്യൂസ് ആരൊക്കെ അവിടെ പോയിട്ട് ക്യാമറയും നോക്കിയിരിക്കും. അതാണ് അവിടെ ഞാൻ കണ്ടത്. ഞാൻ ഈ ഒരു മീഡിയയിൽ കൂടെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ഈ മനാഫ്കാക്ക് വേറെ ഓപ്ഷനില്ല ആ ഒരു സമയത്ത്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ ഒരു സമയത്ത് എന്തെങ്കിലും ആൾക്കാരോട് പറയണ്ടേ? ഈ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കയറിയിരിക്കണല്ല. അപ്പോൾ അതിനകത്ത് നോക്കിയാലുള്ള നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്തൊക്കെയാണ് അപ്ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ യൂട്യൂബ് ചാനലല്ല വേറെ എന്ത് പേജസ് ആയാലും ചിലപ്പോൾ തുടങ്ങിയിരിക്കും. അതിന് വലിയ തെറ്റും പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്കങ്ങനെ തോന്നിയത്. പിന്നെ എന്തോ ഒരു ടീംസ് ഇങ്ങനെ പറഞ്ഞ് മനാഫ്ക യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയാന്നൊക്കെ പറഞ്ഞ് കുറേ വിവാദങ്ങളും അതിൻ്റെ പുറകിലൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വീഡിയോയിൽ ഇങ്ങനെ മനാഫ്ക ഇങ്ങനെ പറയണ്ടായിരുന്നു, അതായത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന്, എനിക്ക് അതിനുള്ള സ്വത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? പുള്ളിക്ക് ആൾക്ക് ഒരു 5-6 ട്രക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്ക് ചിലപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ആൾക്കാർ ഈ യൂട്യൂബ് ചാനലിനും പൊക്കി അതിൻ്റെ പുറകെ കിടക്കാണ്. എന്ത് ആൾക്കാരാണ്? മനാഫ്ക ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും പറയാനില്ല. പുള്ളി എന്ത് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അതൊന്നും വിമർശിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മനാഫ്കാക്കുള്ള സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര സപ്പോർട്ട് തന്നെ ഉണ്ടാവും. അത് പറയാൻ കാരണം ആ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടെന്ന് അറിയണ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ആ ഒരു സമയത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ 10-30 അങ്ങാണ്ട് 10-30,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായാലും പറഞ്ഞു. ഇപ്പം കയറി നോക്കുമ്പോണ്ടല്ലോ 2,38,000 സബ്സ്ക്രൈബേഴ്സ്. ആ ഒരു സബ്സ്ക്രൈബേഴ്സ് വന്നോന്നുണ്ടെങ്കിൽ അത്രയും സപ്പോർട്ട് ആൾക്ക് ഉണ്ടെന്നാണ് ആ ഒരു ഇത് തെളിയിക്കുന്നത്, ശരിയല്ലേ? അതാണ് നമ്മൾ നല്ലത് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും തെറ്റ് അവിടെ ചെയ്തിട്ടുണ്ടോ ആൾക്കാർ അവിടെ എന്തെങ്കിലും പറയും. അതാണ് ഉള്ള കാര്യം പറയാലോ. ആൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ആ ഒരു മണ്ണിടിച്ചിൽ നടന്ന സമയം തൊട്ട് ആൾ ഇപ്പോൾ നമ്മുടെ ഈശ്വർ മാൽപ്പയും പിന്നെ അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പേനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശരിക്കും എടുത്ത് പറയേണ്ടത്, ആളില്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോഡി വരെ അവിടെ കിട്ടൂലായിരുന്നു. മീഡിയക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഇതാണ്, ഈ എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഓടാൻ നിൽക്കുന്ന സെറ്റപ്പായി പോയി. അവിടെ എന്തൊക്കെ കുറവുകളുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയയിലൊന്ന് അറിയിക്കുക. അതൊന്നും പറ്റൂല. എന്തെങ്കിലും അവിടെ നടക്കുമ്പോൾ മാത്രം പോയി ക്യാമറ നോക്കി പോകും. അല്ലാണ്ട് അവിടെ എന്തെങ്കിലും സഹായം വേണോ അല്ലെങ്കിൽ അതൊന്നും ഇവർക്ക് ആ ഒരു വീഡിയോയിലെങ്കിലും പറയുക. കാരണം അങ്ങനെയാണ് എല്ലാവരും അറിയണത് തന്നെ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാൻ തോന്നി. അതുകൊണ്ടാണ് ശരിക്കും പറയുന്ന വീഡിയോ ഞാൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ മനാഫ്ഖാനെ പറ്റി ഇപ്പോൾ ഒരുപാട് പേര് കുറ്റവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് അങ്ങനെ പറയുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് നല്ലത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു മീഡിയയിൽ കണ്ട ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. ഇപ്പോൾ അത് ചെയ്യേണ്ടി വന്നു, വേറെ ഒന്നും ഉണ്ടല്ല. എനിക്ക് ഇതുപോലെ പറയാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. കാരണം എൻ്റെ ഫോളോവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.